തന്റെ ക്രൂരതയിലൂടെ കുട്ടി മരിച്ച വിവരം അറിഞ്ഞിട്ടും അരുൺ ആനന്ദിന് ഒരു കൂസലുമില്ല. ജയിലിൽ മട്ടൻ കറി കൂട്ടി വയർ നിറയെ ചോറ് കഴിച്ചപ്പോൾ ഒരു ബിസ്ക്കറ്റിനായി കേഴുന്ന കുട്ടിയുടെ മുഖം മലയാളികളെ വേദനിപ്പിക്കുന്നു. മലയാളികളെ അടുത്തിടെ ഏറ്റവും വേദനിപ്പിച്ച ക്രൂര കൊലപാതകമാണ് തൊടുപുഴയിലെ 7 വയസ്സുകാരൻ്റേത്. അതിലേറെ വേദനിപ്പിക്കുന്നതാണ് പ്രതി അരുൺ ആനന്ദിന്റെ പെരുമാറ്റം. കുട്ടി മരിച്ച വിവരം അറിഞ്ഞിട്ടും പ്രതി അരുൺ ആനന്ദിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. 3 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്ന അരുൺ ആനന്ദിനെ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ഉച്ചയ്ക്ക് 12:30 മുട്ടം ജില്ലാ ജയിലിലെത്തിച്ചു. ഇതിനിടെ കുട്ടി മരിച്ച വിവരം പോലീസ് അറിയിച്ചു. എന്നാൽ അരുണിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. മുഖത്ത് ഒരു ഭാവ വ്യത്യാസവുമില്ല. അതേസമയം മട്ടൻ കറി കൂട്ടി വയറു നിറയെ ചോറ് കഴിച്ചു. 7 വയസ്സുകാരൻ പട്ടിണിയോടെയാണ് മരണമടഞ്ഞതെന്ന സത്യം ജനങ്ങളെ വേദനിപ്പിക്കുകയാണ്. അരുൺ മൂക്കുമുട്ടെ കഴിക്കുമ്പോൾ എല്ലാം ഉണ്ടായിട്ടും പട്ടിണിയോട് പടവെട്ടിയ ബാല്യമായിരുന്നു 7 വയസ്സുകാരന്. എനിക്ക് വിശക്കുന്നട, ഒരു ബിസ്ക്കറ്റ് താട. വിശപ്പ് സഹിക്കാനാകാതെ പലപ്പോഴും സഹപാഠികളോട് ബിസ്ക്കറ്റിനു വേണ്ടി കെഞ്ചിയിരുന്നു 7 വയസ്സുള്ള ആ കുരുന്ന്. വിവരിക്കാൻ സാധിക്കാത്തതിനപ്പുറം ക്രൂര പീഡനങ്ങൾ ആ കുഞ്ഞു ശരീരം ഏറ്റുവാങ്ങിയിരുന്നുവെന്ന് ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത് ഈയിടെ മാത്രം. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇതിനു മുൻപും മനഃപൂർവ്വമായ ശ്രമങ്ങൾ അരുണിന്റെ ഭാഗത്തു നിന്നുണ്ടായതായാണ് ബന്ധുക്കൾ പറയുന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് കുട്ടിയെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലേക്ക് റോഡിലൂടെ നടന്നു പോകാൻ അരുൺ നിർബന്ധിച്ചിരുന്നു. അപകടത്തിൽപ്പെടണമെന്ന് കരുതിയാണ് ഇത് ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒരിക്കൽ തിരക്കേറിയ നഗരമധ്യത്തിൽ കുട്ടിയെ തനിയെ ഇറക്കിവിട്ട ശേഷം അരുൺ കടന്നു കളഞ്ഞു. പലപ്പോഴും കുട്ടികളെ പട്ടിണിക്കിട്ട് ശിക്ഷിക്കുന്നതും വിനോദമായിരുന്നു. ഇളയ കുഞ്ഞിന്റെ കാലിലും മറ്റും ചതവിന്റെ പാടുകൾ ഉണ്ടായതിനു പിന്നിലും അരുണാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും കുട്ടികളുടെ അമ്മ ഇടപെടാതിരുന്നത് എന്താണെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. മരിച്ച കുട്ടി ഈ അധ്യയന വർഷം തന്നെ 3 സ്കൂളുകളിൽ പഠിച്ചു. ഉടുമ്പന്നൂരിലെ വീടിന് സമീപമുള്ള തട്ടക്കുട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യം പഠിച്ചിരുന്നത്. തുടർന്ന് അമ്മ അരുണിനൊപ്പം തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയതോടെ അവിടെ സ്കൂളിൽ ചേർത്തു. 1 മാസം മുൻപ് തിരിച്ചെത്തി കുമാരമംഗലത്ത് വാടക വീടെടുത്തതോടെ സമീപത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാക്കി. ഇളയ കുഞ്ഞിനെ LKGയിലും ചേർത്തു. 27-ാം തീയതിയാണ് കുട്ടികൾ അവസാനമായി സ്കൂളിലെത്തിയത്. അധ്യയന വർഷം അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് പായസം ഒരുക്കിയിരുന്നു. രണ്ടുപേരും അത് കഴിച്ച് സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അന്ന് രാത്രിയായിരുന്നു അരുണിന്റെ ക്രൂര പീഡനം. 28-ന് ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ടായിരുന്നെങ്കിലും കുട്ടി എത്തിയില്ല. അമ്മയെ വിളിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് പറയുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അതേസമയം 7 വയസ്സുള്ള കുട്ടി മരിച്ചതോടെ പ്രതി അരുൺ ആനന്ദിനെതിരെ കൊലക്കുറ്റവും കൂടി ചുമത്തി. കുട്ടിയെ വധിക്കാനുള്ള ശ്രമം, ആക്രമണം, ഭീഷണിപ്പെടുത്തൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-ാം വകുപ്പ്, കഠിനമായ ദേഹോപദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ തന്നെ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ അനുജനായ 4 വയസ്സുകാരനെ ലൈംഗികമായി ആക്രമിച്ചതിന് പോക്സോ കേസുമുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനം, ദേഹോപദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകളും ചുമത്തിയതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ആക്രമണ സമയത്ത് മുറിയിലുണ്ടായിരുന്ന അമ്മ കേസിൽ പ്രധാന സാക്ഷിയാകും. എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.